ഹലോ ഹലോ തുടങ്ങാം. ഹലോ ഇവിടെ ശ്രദ്ധിക്കാം. ബിസിയെ ഫസ്റ്റ് സെമ്മിലെ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. 3 ബ്ലോക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. വളരെ സിമ്പിളാണ്. സാറ് പറഞ്ഞ പോലെ ഫസ്റ്റ് ബ്ലോക്കും വളരെ സിമ്പിളാണ്. നിങ്ങളൊക്കെ ഏകദേശം എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് തന്നെ ആയിരിക്കും മിക്കവാറും. എന്നാലും നമുക്കാക്കൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തെടുത്ത് കൊണ്ടുവരണം. അപ്പം കേൾക്കുന്നില്ലേ? ഹലോ, ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാം, എന്നാലേ എനിക്കതിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കേൾക്കുന്നുണ്ട്. ഉണ്ട്. ശരി. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് മെറ്റീരിയൽസ് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ബ്ലോക്കിൽ അതെ ഫസ്റ്റ് ബ്ലോക്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻസ്, കമ്പ്യൂട്ടറിന്റെ പിന്നെ ഫങ്ഷൻസ് അല്ലെ, മെയിൻ കമ്പോണൻസ്, അതിന്റെ ഫങ്ഷൻസ്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അതിലെ ജനറേഷൻ ആണ്, കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ. അതിന് മുന്നായിട്ട് ഹിസ്റ്ററി പറയുന്നുണ്ട്. ഹിസ്റ്ററി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ എല്ലാവർക്കും അറിയണതാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് പഠിച്ചിരിക്കുന്നത് ഏതാ? അബാക്കസ് ആണ്. അതിനുശേഷം ഒരുപാട് എന്താ പറയണ പല രീതിയിൽ നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടായി. പാസ്കൽസിന്റെ ട്രയാങ്കിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ. നമ്മൾ ആ ടെക്സ്റ്റിലൂടെ ഒന്ന് നമുക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഈ ഹിസ്റ്ററിക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ മെക്കാനിക്കൽ ഡിവൈസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. അതുവരെയുള്ള ആ ഒരു ഹിസ്റ്ററി നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജ് ഡിസൈൻ ചെയ്ത അനാലിറ്റിക്കൽ എൻജിൻ ആണ് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ആക്ച്വൽ പ്രെഡിസിസർ എന്നറിയപ്പെടുന്നത്. ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങളോട്, ആർക്ക് എന്തെങ്കിലും അറിയോ എന്നറിയാൻ വേണ്ടിയിട്ട്, എന്താണ് ഈ ആക്ച്വൽ പ്രെഡിസിസർ ആയിട്ട് അനാലിറ്റിക്കൽ എൻജിനെ പറയാനുള്ള കാരണം? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? എന്തുകൊണ്ടായിരിക്കും അനാലിറ്റിക്കൽ എൻജിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പ്രെഡിസിസർ എന്നറിയപ്പെടുന്നത്? കാരണം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പോവുക, നിങ്ങളതിങ്ങനെ കേട്ടിരിക്കുക, അതല്ല. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നമുക്ക് ആ ക്ലാസ്സിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പോകും, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ അറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്ന് പറഞ്ഞോളാം. അല്ല, വളരെ സിമ്പിൾ ആണ്. എന്തായിരിക്കണം അനാലിറ്റിക്കൽ എൻജിനെ പ്രെഡിസിസർ എന്ന് പറയുന്നത്, നമ്മളെ കമ്പ്യൂട്ടറിന്റെ പ്രെഡിസിസർ എന്ന് പറയുന്നത് ഇപ്പൊ യൂസ് ചെയ്യുന്നതിന്റെ? ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ, ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്തോളുക. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ആരുമില്ലേ? ഹലോ, അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ മെമ്മറിയും അതുപോലെ തന്നെ ഇത് പ്രോസസ് ചെയ്യാൻ അതിന് പ്രത്യേക പ്രോസസ്സറും ഉണ്ടായിരുന്നു. കറക്റ്റ് ആണ്. അങ്ങനെ ഒന്ന് റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അറിയണത് ഒന്ന് റിപ്ലൈ ചെയ്യട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ക്ലാസ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാ പറയണേ. അത് തന്നെയാണ് അല്ലേ, മുമ്പ് കണ്ടുപിടിച്ച മെക്കാനിക്കൽ ഡിവൈസസുകൾക്കൊന്നും ഇല്ലാത്ത എന്തൊക്കെയോ ചില പ്രോപ്പർട്ടീസ് നമ്മളെ ബാബേജ് കണ്ടുപിടിച്ച അനലിറ്റിക്കൽ എൻജിൻ ഉണ്ട്. അപ്പം ആരപ്പോ പറഞ്ഞത്, അയാളുടെ പേർക്ക് ഓർമ്മയില്ല, എന്തായാലും അവർ പറഞ്ഞ പോലെ തന്നെ അതിനെന്തുണ്ട്, സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ? പിന്നെ എന്തുണ്ട്, ഒരു പ്രോസസ്സർ ഉണ്ട് അതിന്. അതുകൊണ്ടായിരിക്കും അതിന് ആക്ച്വൽ പ്രെഡിസിസർ എന്ന് പറയുന്നത്. അപ്പം അതാണ് അനലിറ്റിക്കൽ എൻജിനാണ് നമ്മളെ ആക്ച്വൽ പ്രെഡിസിസർ. പിന്നെ അതിനുശേഷം ഇലക്ട്രോണിക്സ് ഡിവൈസുകളൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മളെ മോഡേൺ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ENIAC ആണ്. ENIAC, ENIAC, ENIAC. ENIACിന്റെ ഫുൾ ഫോം അറിയാലോ? എന്താണ് ENIACിന്റെ ഫുൾ ഫോം?
ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നേ ഉള്ളൂ. ENIAC എന്താണ് ENIAC? പറയാൻ പറ്റുമോ? ഹലോ, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, ENIAC. അതാണ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? അബാക്കസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയും. ENIAC ഈസ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ആ ENIACിൽ അതിന്റെ ഫുൾ ഫോം തന്നെ ഉണ്ട്. അതാണ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ഇ മീൻസ് ഇലക്ട്രോണിക്സ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലേ? ചില സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് ഹിസ്റ്ററി, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്ന് മാത്രം കേട്ടോ. അപ്പൊ ENIAC 1945 ആ ഒരു ഇയറിലാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത് ENIAC. പിന്നെ അതിനുശേഷം ജോൺ വോൺ ന്യൂമാൻ എന്നറിയപ്പെടുന്ന ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ, ജോൺ വോൺ ന്യൂമാൻ, ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. എഡ്വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസുകളാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തു, വളരെ ചെറിയ കമ്പ്യൂട്ടറുകൾ വരെ നമ്മൾ ഡിസൈൻ ചെയ്തു വന്നു. അത്രയേ ഉള്ളൂ ഹിസ്റ്ററിയിൽ പറയാൻ, കൂടുതലൊന്നും പറയണ്ട. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്ന് ചോദിച്ചിട്ടുള്ളതാണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ പഠിക്കാൻ വളരെ ഈസിയാണ്. 5 ജനറേഷൻ ആണുള്ളത്. അത് പേര് തന്നെ പഠിച്ചു വെക്കാനേ ഉള്ളൂ. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിന് ചോദിച്ചതുമാണ്. അതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക തന്നെ വേണം. ഫസ്റ്റ് ജനറേഷൻ അത് നിങ്ങൾ ഡീപ്പായിട്ട് അതിങ്ങനെ ഹിസ്റ്ററി പോലെ വായിച്ച് അങ്ങനെ വേണ്ട. കുറച്ച് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ആ പോയിന്റ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാനൊന്നുമില്ല. അപ്പോൾ കാര്യമായിട്ട് പഠിക്കാനുള്ളത് അതിന്റെ ഡ്യൂറേഷൻ പഠിക്കുക, ഓരോ ജനറേഷനിലും യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ് പഠിക്കുക. ആ ടെക്നോളജിയിൽ വന്ന വേരിയേഷൻസ് ആണ് ഈ ജനറേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഫസ്റ്റ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1940 to 1956. ഇതും ഞാൻ പറഞ്ഞു കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഫസ്റ്റ് ഇയർ മാത്രം നമ്മളൊന്ന് തറോ ആക്കി വെച്ചാൽ മതി. 1940 പിന്നെ അങ്ങോട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. 1940 to 1956 is the first generation. Then 56 to 63 is the second. 64 to 71 is the third. Then 71 to present is the fourth generation. Then fifth generation, present and beyond. Okay. അപ്പം നമുക്കിതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്താണ്. ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആണ് അവിടെ സർക്യൂട്ടറി ആയിട്ട് യൂസ് ചെയ്തിരുന്നത് അല്ലേ? വാക്വം ട്യൂബ്സ് നമുക്കൊക്കെ അറിയാം. വാക്വം ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് തന്നെ എന്താണ്, വലിയ ഒരു സൈസിലുള്ള ഒരു ഡിവൈസ് ആണ്. ഇങ്ങനത്തെ ഒരു 10,000 വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ജനറേഷനിലുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു സൈസും ഒക്കെ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഹ്യൂജ് സൈസ് ആയിരിക്കും ആ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ആ ടെക്നോളജി പഠിച്ചു വെക്കുക, ആ ഡ്യൂറേഷൻ ഇയർ പഠിച്ചു വെക്കുക, ആ ജനറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിളും പറഞ്ഞു പഠിക്കുക. അത് മതി നമുക്ക് അതിലെ പോയിന്റ്സ് ആയിട്ട്. അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ENIAC. ഞാൻ നേരത്തെ പറഞ്ഞു 1945 ആ റേഞ്ചിലാണ് ഈ ENIAC ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് ഒരു എക്സാമ്പിൾ നമുക്ക് ENIAC എന്ന് പറയാം. ENIAC, എഡ്വാക്ക്, യൂണിവാക്ക് ഇതൊക്കെ ആ ഒരു ഡ്യൂറേഷനിൽ ഡെവലപ്പ് ചെയ്ത സിസ്റ്റംസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് വാക്വം ട്യൂബ്സ് ടെക്നോളജിയാണ്. സർക്യൂട്ടറിക്ക് യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസുകൾ ഉണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്തത്. ഈ 2 പോയിന്റ്സ് മാത്രം അവിടെ ഓർത്ത് വെച്ചാൽ മതി ഫസ്റ്റ് ജനറേഷനിൽ അല്ലേ? അപ്പം വാക്വം ട്യൂബ്സ് യൂസ് ചെയ്യുമ്പോൾ വാക്വം ട്യൂബ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ സമയം വർക്ക് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാകും അല്ലേ? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വേണ്ടി വരും? ആ സിസ്റ്റത്തിന്റെ ആ ഒരു സ്മൂത്ത് വർക്കിങ്ങിനെ അത് ബാധിക്കും. അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു കൂളിംഗ് ഡിവൈസുകളൊക്കെ ആ ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റത്തിന്റെ കൂടെ വേണ്ടി വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ. ഇപ്പൊ ക്വസ്റ്റ്യൻ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചത് ഫസ്റ്റ് ജനറേഷന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്.
അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും വാക്വം ട്യൂബ്സ് ആണ് അവിടെ ഫസ്റ്റ് ജനറേഷനിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, സർക്യൂട്ടറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാക്വം ട്യൂബ്സ് ഹ്യൂജ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സ്മൂത്ത് വർക്കിങ്ങിനെ അത് ബാധിക്കും. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ചില കൂളിംഗ് ഡിവൈസുകളൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ വാക്വം ട്യൂബ്സ് ഹ്യൂജ് സൈസ്, ഒരു വാക്വം ട്യൂബ്സ് തന്നെ സൈസ് വലുതാണ്. അങ്ങനത്തെ ഒരു 10,000 വാക്വം ട്യൂബ്സ് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസിലുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരിക്കുമല്ലോ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത്രയും പോയിന്റ്സ് മാത്രം നമ്മളെ മനസ്സിലുണ്ടായാൽ മതി ഫസ്റ്റ് ജനറേഷൻ. അല്ലാതെ അത് മുഴുവനും വായിച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇനി സെക്കൻഡ് ജനറേഷന്റെ കേസ് വരുമ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആ ഒരു ഇയർ നമ്മളെ മനസ്സിലുണ്ടായാൽ മതി 1940 to 1956. സെക്കൻഡ് ജനറേഷന്റെ ഡ്യൂറേഷൻ എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല. 56 to 63 അല്ലേ? 56 to 63 ആണ് സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷനില് സർക്യൂട്ടറി ചെറിയൊരു വ്യത്യാസം വന്നു. ഫസ്റ്റ് ജനറേഷനിലെ വാക്വം ട്യൂബ്സിന് പകരം സെക്കൻഡ് ജനറേഷനിൽ എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ട്രാൻസിസ്റ്റർ യൂസ് ചെയ്താൽ നമുക്കറിയാം സൈസ് വളരെ ചെറുതായി അല്ലെ? വാക്വം ട്യൂബ്സിനെ ബേസ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് വളരെ കുറവാണ്. അപ്പൊ സർക്യൂട്ടറിക്ക് നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തു അല്ലെ? കമ്പയർ ചെയ്ത് പഠിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ സൈസ് കുറഞ്ഞു. പിന്നെന്താണ്? മാഗ്നറ്റിക് കോറിന് പകരം, ഡ്രമ്മിന് പകരം മാഗ്നറ്റിക് കോർ യൂസ് ചെയ്യാൻ തുടങ്ങി. ചെറിയൊരു വ്യത്യാസം അവിടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഈ ഒരു 2 പോയിന്റ്സ് മാത്രം ആ സെക്കൻഡ് ജനറേഷനിൽ ഓർത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഫസ്റ്റിനെ ബേസ് ചെയ്ത് സെക്കൻഡിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോർമലി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, തേർഡ് ജനറേഷനിൽ നമുക്ക് പറയാൻ പറ്റും 1964 to 71 ആണ് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷനിൽ എത്തിയപ്പം നമ്മൾ ട്രാൻസിസ്റ്ററിന് പകരം എന്തുപയോഗിച്ചു തുടങ്ങി? IC, ഇന്റഗ്രേറ്റഡ് ചിപ്പ്. എന്താണ് IC എന്ന് എല്ലാവർക്കും അറിയണതാണ്. എന്താണ് IC? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് അറിയാനാ. എന്താണ് IC? വാട്ട് ഈസ് ആൻ IC? നിങ്ങളെല്ലാവരും അറിയുന്ന ഈ കോഴ്സുകളൊക്കെ ഡിഗ്രിയും ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവരായിരിക്കുമല്ലോ. ഒന്ന് IC, എന്താണ് IC? കേൾക്കുന്നുണ്ടോന്ന് അറിയാനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫോൺ അവിടെ ഓൺ ചെയ്തിട്ട് പോയതാണോ? IC പറഞ്ഞാല് അതില് ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ ഒക്കെ ഒരു സിംഗിൾ തിൻ ആയിട്ടുള്ള ഒരു ചിപ്പിൽ ഉള്ളതാണ് IC. യെസ്, ഇന്റഗ്രേറ്റഡ് ചിപ്പ്. ഈ ഇന്റഗ്രേറ്റഡ് ചിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് ബ്ലോക്കിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ അവിടെ വേറൊരു ഡിസ്കഷന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. അപ്പൊ IC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രീറ്റ് കമ്പോണൻസിനെ, ഇലക്ട്രോണിക് കമ്പോണൻസിനെ ഒരു സിംഗിൾ ചിപ്പിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ, ഇലക്ട്രോണിക് കമ്പോണന്റ് തന്നെയാണ് IC എന്ന് പറയുന്നത് അല്ലേ? അപ്പം അത് ICനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ ബ്ലോക്ക് പഠിക്കാനുള്ളത് കൊണ്ട് ഇവിടുന്ന് പറയാണ്. ICനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? ഞാൻ പറഞ്ഞു IC ഈസ് ആൻ ഇലക്ട്രോണിക് കമ്പോണന്റ് അല്ലെ, വിച്ച് ഇന്റഗ്രേറ്റ് അല്ലെ മെനി ഡിസ്ക്രീറ്റ് ഇലക്ട്രോണിക് കമ്പോണൻസ് അല്ലെ? അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് ചിപ്പിൽ അല്ലെങ്കിൽ ICയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത നമ്പർ ഓഫ് കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ICനെ ക്ലാസിഫൈ ചെയ്യാം. വേറെ ബ്ലോക്ക് പറയാനുള്ളതാണ്, അത് ഇവിടെ തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അപ്പൊ ICനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷൻ, മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ, ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആൻഡ് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അത് നിങ്ങൾക്കറിയാം, അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഡിസ്ക്രീറ്റ് കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ? അപ്പൊ സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷനിൽ ഏകദേശം ഒരു 1000 ഇലക്ട്രോണിക് കമ്പോണൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും. മീഡിയം സ്കെയിൽ ആകുമ്പം മോർ ദാൻ 1000 അല്ലെങ്കിൽ ഒരു 10,000 ഇലക്ട്രോണിക് കമ്പോണൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിലും കൂടുതൽ എന്തുണ്ടാകും? ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന IC എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. തേർഡ് ജനറേഷനിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്ത് സർക്യൂട്ടറിക്ക് വേണ്ടിയിട്ട് IC യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് അവിടെ വന്ന മാറ്റം. ഓക്കെ, അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ സൈസ് ഒക്കെ വളരെ കുറഞ്ഞു അല്ലെ?
ദെൻ ഫോർത്ത് ജനറേഷനിൽ IC തന്നെയാണ്, ഇന്റഗ്രേറ്റഡ് ചിപ്പ് തന്നെയാണ്. ഇതിന്റെ പേര് ചെറിയൊരു വ്യത്യാസം വന്നു, മൈക്രോ പ്രോസസർ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലെ. അതിൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൈക്രോ പ്രോസസർ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിനെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയണ ഇത്രയേ ഉള്ളൂ ജനറേഷൻ. ദെൻ ഫിഫ്ത്ത് ജനറേഷൻ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഫിഫ്ത്ത് ജനറേഷനിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയാണ് ഫിഫ്ത്ത് ജനറേഷനിൽ യൂസ് ചെയ്യുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ കമ്പ്യൂട്ടർ സയൻസ്, ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അല്ലേ, which make computer behaves like humans and allow the computer to take its own decision അല്ലെ. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. കമ്പ്യൂട്ടറിനെ ഹ്യൂമാൻ എന്ത് ചെയ്യുക, ബിഹേവ് ലൈക്ക് ഹ്യൂമാൻസ്, മനുഷ്യന് പെരുമാറുന്ന രീതിയിൽ ചെയ്യാനുള്ള ഒരു കഴിവ് നൽകുക കമ്പ്യൂട്ടറുകൾക്ക്. ഈ ഒരു ടെക്നോളജിയാണ് ഫിഫ്ത്ത് ജനറേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ജനറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞു. ഇത് പഠിച്ചിരിക്കുക തന്നെ വേണം. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഈ ടെക്നോളജി മാത്രം മനസ്സിലാക്കി വെക്കുക, ആ ഇയർ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ചോദിക്കുകയാണ്, ഫസ്റ്റ് ജനറേഷനിൽ എന്താ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ആയിട്ട്? ജസ്റ്റ് റിഫ്രഷ്മെന്റിന് ചോദിക്കുകയാണ്. ഫസ്റ്റ് ജനറേഷൻ ട്യൂബ് ടെക്നോളജി. യെസ്. സെക്കൻഡ് ജനറേഷൻ മാഗ്നറ്റിക് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. തേർഡില് IC യൂസ് ചെയ്തു. ഇന്റഗ്രേറ്റഡ് ചിപ്പ് യൂസ് ചെയ്തു. ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസർ യൂസ് ചെയ്തു. ദെൻ ഫിഫ്ത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തു അല്ലെ. അത്ര ആ ഒരു പോയിന്റ്സ് മാത്രം ഓർത്ത് വെക്കുക, ഡ്യൂറേഷൻ ഓർത്ത് വെക്കുക, അത് മതി നമുക്ക് ജനറേഷൻ. ഓക്കെ. അതാണ് ഫസ്റ്റ് ബ്ലോക്കിലെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, പിന്നെ ജനറേഷൻസ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട് കേട്ടോ, ഫീച്ചേഴ്സ് ഓഫ് ജനറേഷൻ, 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, നല്ല ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ച് നോക്കുക, എഴുതാൻ പറ്റും. പിന്നെ ഉള്ളത് കമ്പ്യൂട്ടർ സിസ്റ്റം. നിങ്ങൾ കമ്പ്യൂട്ടർ ആണല്ലോ പഠിക്കണേ, അതായത് പിന്നെ ഫസ്റ്റ് ബ്ലോക്കാണ്. പിന്നെ അപ്പം ഒന്ന് കമ്പ്യൂട്ടറിനൊന്ന് ഡിഫൈൻ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ അല്ലെ, ഒന്ന് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കണം. അതിന് വേണ്ടിയിട്ടാ. എന്താണ് കമ്പ്യൂട്ടർ ഒന്ന് ഡിഫൈൻ ചെയ്തേ ആരെങ്കിലും ഒരാള് ഒന്ന് പറഞ്ഞോളാ, എന്നാലേ എനിക്ക് കേൾക്കാൻ പറ്റൂ. നിങ്ങളെ കാണുന്നില്ലല്ലോ, നമ്മൾ നേരിട്ട് കണ്ട് ക്ലാസ് എടുക്കേണ്ട ആളുകളായിരുന്നല്ലോ. ഒന്നൊക്കെ പറഞ്ഞേ. പലർക്കും പല ഡെഫിനിഷൻസ് മനസ്സിൽ വരുന്നുണ്ടാവും. അതൊക്കെ ചെറിയ കുട്ടികളോട് ചോദിക്കാനൊന്നും തോന്നണ്ട, അതൊക്കെ നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്. എന്താണ് കമ്പ്യൂട്ടർ? ഹൗ ക്യാൻ യു ഡിഫൈൻ എ കമ്പ്യൂട്ടർ? Computer is a electronic device യെസ്. and multiple functions. പലർക്കും പല ഡെഫിനിഷൻസ് മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ. ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. ആരാപ്പ പറഞ്ഞ? മുഹമ്മദ് ഷാമിൽ അല്ലേ. ഡിവൈസ് ആണ്, ഇത് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. വേറെ 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 ആർക്കെങ്കിലും ഒന്ന് പറയും. പറഞ്ഞോളാം. ഞാൻ ഓരോരുത്തരെ വിളിക്കണം. കാരണം രജിത്ത് പറഞ്ഞ അഭിഷ, അശ്വിനുണ്ടോ? അശ്വിൻ എ. ഓരോരുത്തരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെ മനസ്സിലുള്ളതൊന്ന് പറയാ. ക്ലാസ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കണം, അതിന് വേണ്ടിയിട്ടാ.
ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, ആരൊന്നും റിപ്ലൈ തരണില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ഞാനിപ്പോ ചോദിച്ചത്. കമ്പ്യൂട്ടർ 2 പാർട്സ് ആണ് മെയിൻ ആയിട്ട്, ഹാർഡ്വെയർ പാർട്സും സോഫ്റ്റ്വെയർ പാർട്ട്. വൃന്ദ പലരും ഓൺലൈനിലുണ്ട്, ആരും ഇല്ല. എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കമ്പ്യൂട്ടർ പലരും പറയുന്നുണ്ട്, എന്തൊക്കെ പല ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് വന്ന് നിങ്ങളോടൊന്ന് കമ്പ്യൂട്ടർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കൂളായിട്ട് സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ കൊടുക്കണ്ടേ? Computer is an നമ്മൾ electronic പഠിക്കുന്നത് device to perform inputting, outputting. ഇൻപുട്ട് കൊടുത്ത് പ്രോസസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ. ശരിയാണ്, എല്ലാവരുടെ ഡെഫിനിഷനും ശരി തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം ഒരു കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷനിൽ. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് നമുക്കൊക്കെ അറിയാം. പിന്നെ കമ്പ്യൂട്ടർ അങ്ങനെ തന്നെ വെച്ച വർക്ക് ചെയ്യൂലെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ എന്തെങ്കിലും യൂസർ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിൽ തന്നെ പറയുന്ന ഒരു വാക്കാണ് പ്രോസസ്സ് ചെയ്യുക അല്ലേ. പിന്നെ പ്രോസസ്സ് ചെയ്ത ഇൻസ്ട്രക്ഷൻസിന്റെ ഔട്ട്പുട്ടിനെ ഇതിന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്, കമ്പ്യൂട്ടറിനുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിന് എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്ന ഡെഫിനിഷൻ. ഇതൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം, ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് to accept input, process it, store it and give on the desired output. പോരെ, അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ഇൻപുട്ട് കൊടുത്താലേ അത് വർക്ക് ചെയ്യുള്ളൂ, ഇൻപുട്ട് കൊടുത്താൽ അത് പ്രോസസ്സ് ചെയ്യും, പ്രോസസ് ചെയ്ത ഡാറ്റിനെ അത് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. ഈ ഔട്ട്പുട്ടിനെ നമുക്ക് കൊടുത്ത ഇൻപുട്ടിന് അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട്, തെറ്റായ ഇൻസ്ട്രക്ഷനാ കൊടുത്തെങ്കിൽ തെറ്റ് കിട്ടും അല്ലെ. ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് അത് തരികയും ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് അപ്പൊ ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചോളാം കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്. ചില 2 വർഷം മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഡെഫിനിഷനും അതിന്റെ ഡിഫറെന്റ് പാർട്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നേരം നമ്മളിങ്ങനെ തപ്പി പിടിക്കണ്ടല്ലോ, ഒന്ന് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ഡിവൈസ്, അപ്പൊ നമുക്ക് അതിൽ പിന്നെ പറയാനുള്ളത് എന്താണ്, കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് ആണ് ഇനി നമുക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഈ ഡെഫിനിഷൻ അറിയണ ഒരു കുട്ടി അത് മതി, പഠിച്ചത് അത് മതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വേറെ ഒന്നും വേണ്ട. പിന്നെ കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ എല്ലാവരും വരഞ്ഞ് പഠിക്കുക തന്നെ വേണം അല്ലെ. ഏത് രൂപത്തിലുള്ള ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചാലും മതി. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്, അത് തന്നെ വരച്ച് പഠിച്ചോളാം. അത് എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയണതാണ്. ഒരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെ പാർട്സ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയണതാണ്. അത് ഈ ഡെഫിനിഷനിൽ കൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാകും, പിന്നെ എന്തുണ്ടാകും, ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാകും അല്ലെ. പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും, ഒരു പ്രോസസർ ഉണ്ടാകും, പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവും അല്ലെ. അത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജനറേഷൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യന് അതാണ്. ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അതിന്റെ എന്താണ് പ്രോസസ്സിംഗ്, എന്താണ് ഔട്ട്പുട്ട്, എന്താണ് ഇൻപുട്ട്, ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. CPU ഓപ്പറേഷണൽ യൂണിറ്റിൽ വരുന്നതാണ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. അത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു അല്ലെ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ 2 പാർട്സ് ആണ് ALU ആൻഡ് CU. ALU മീൻസ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, CU മീൻസ് എന്താണ്, കൺട്രോൾ യൂണിറ്റ്. ഒക്കെ ഞാൻ പറയണ്ട, എക്സ്പ്ലെയിൻ ചെയ്യൂല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, പിന്നെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്, നന്നായിട്ട് വരഞ്ഞ് പഠിച്ചോളുക. അത് അങ്ങനെ തന്നെയാണ് ചോദിച്ചത്.
അത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്, അത് പഠിച്ചോളാം. പിന്നുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ പറ്റും. സൈസിനെ ബേസ് ചെയ്തിട്ട്, ഷേപ്പിനെ ബേസ് ചെയ്തിട്ട്, വെയ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം പല ടൈപ്പ് കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷനും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളുക. മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, പിന്നെ മീഡിയം സൈസ് കമ്പ്യൂട്ടേഴ്സ്, ലാർജ് കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, സൂപ്പർ കമ്പ്യൂട്ടർ. ഈ ക്ലാസിഫിക്കേഷനും ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. അതും വായിച്ച് എഴുതാവുന്നതേ ഉള്ളൂ, അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? എങ്ങനെയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദ സൈസ്, കപ്പാസിറ്റി, വെയ്റ്റ്സ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വായിച്ചോളാം, അത് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ക്ലാസിഫിക്കേഷൻ ബൈ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അനലോഗ് കമ്പ്യൂട്ടറും ഉണ്ട്, ഡിജിറ്റൽ കമ്പ്യൂട്ടറും ഉണ്ട്. അത് ആ ബുക്കിലൂടെ ഒന്ന് കവർ ചെയ്യുന്നൊന്നും ഓടിച്ചു പോകണമെന്നേ ഉള്ളൂ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഞാൻ നേരത്തെ നമ്മൾ അവിടെ 3rd ജനറേഷൻ പറഞ്ഞ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഐസിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? എന്താണ് ഐശ്വര്യ? എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS. എന്താണ് OS എന്ന് പറഞ്ഞാല്? അഭിഷാരീഷ്, ഹലോ, ആരുല്ലേ? എന്താണ് OS? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാല് ഒരു ഇന്റർഫേസ് ആണ്, യൂസറിന്റെയും അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അജ്മല PC. ഇതിലിപ്പോ റിപ്ലൈ ചെയ്യുന്ന കുറച്ച് 1-2 പേരേ ഉള്ളൂ കേട്ടോ. ബാക്കി ആരും ഇങ്ങനെ റിപ്ലൈ ചെയ്യണമെന്നില്ല, വെറുതെ ഓൺലൈനിലായി വിട്ടുപോയതാന്നാ തോന്നുന്നത് അല്ലേ? ഇതിങ്ങനെ പറയണ എന്താണെന്നറിയോ? നമുക്ക് ഹാർഡ്വെയറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ വേണ്ടി OS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. OS ഇല്ലാതെ നമുക്ക് ഒന്നും വർക്ക് ചെയ്യിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ. ഓക്കെ, ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയണ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ അറിയണതാണ്, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണിത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊക്കെ ബേസിക്സ് ഉള്ള കുട്ടികളായിരിക്കും ഈ PC ഒക്കെ വരുന്നത്. പക്ഷെ എക്സാമിന് ചോദിച്ചാല് നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പാസ് ഔട്ട് ആവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് അറിയണ പേപ്പറാണ്, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നെഗ്ലക്ട് ചെയ്ത് വിട്ടാല് ഫസ്റ്റ് സെമ്മിലെ പേപ്പർ അവിടെ പോകും. ഫസ്റ്റ് സെമ്മില് ബാക്ക് പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇൻട്രസ്റ്റ് ഒക്കെ പോകും. സെക്കൻഡ് സെമസ്റ്ററിൽ പോവാനും അല്ലെ, പിന്നെ അങ്ങോട്ട് BCA കംപ്ലീറ്റ് ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ്, നമ്മളിത് എക്സാമിന് നമുക്ക് എഴുതി പിടിപ്പിക്കണമെങ്കിൽ നമുക്കിത് അറിയണ കാര്യമാണെന്നും പറഞ്ഞ് അവിടെ ഇരുന്നാല് എക്സാം ഹാളിൽ ചെന്ന് എഴുതാൻ കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ടാണ് ഈ പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോയാല് ഒന്ന് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് ഒന്ന് അങ്ങോട്ടും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളെ മനസ്സിൽ അത് ഉണ്ടാവും. എക്സാം എന്ന് പറഞ്ഞാൽ എക്സാം അധികം ഇതൊന്നുമില്ല. അതുകൊണ്ട് എന്താ ചെയ്യാ, അപ്പൊ അത് നമ്മളൊന്ന് കാര്യമായിട്ട് ഇരുന്ന് വായിക്കുക ചെയ്യുക. കാരണം ഫസ്റ്റ് സെമ്മിലാണ് ഏറ്റവും സിമ്പിൾ പേപ്പർ ഉള്ളത്. ഫസ്റ്റ് സെമ്മിൽ ബാക്ക് പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും. മനസ്സിലായില്ലേ? ഓരോ സെമസ്റ്ററിലും ആ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് BCA 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
ബാക്ക് പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് സെമ്മിലൊക്കെ ബാക്ക് പേപ്പർ വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണത്. വന്നവരുണ്ട്, അതുകൊണ്ടാ പറയണത് കേട്ടോ. അത് തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കൂല. നമ്മളറിയാ അതൊക്കെ നമുക്ക് അറിയണം, അത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല, എക്സാമിന്റെ സമയത്ത് നമുക്ക് എഴുതാനൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നവരാണ് ഇതൊക്കെ. എല്ലാവരും ഡിപ്ലോമയും ഒക്കെ കഴിഞ്ഞ് വന്നവരായിരിക്കും. ഒരുവിധ ആളുകളൊക്കെ BCA ഒക്കെ അങ്ങനെയാ ഉണ്ടാവുക. അപ്പൊ ഇവരൊക്കെ പ്രത്യേകിച്ചും ഈ ബ്രാഞ്ച് തന്നെ എടുത്തവരായിരിക്കും മിക്കവാറും. അവർക്കൊക്കെ അത് അറിയണതാണ്. പക്ഷെ എന്താ, തിയറി എഴുതി തന്നെ വേണം, എഴുതാതെ മാർക്കൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഇത് നമ്മളെ ഫസ്റ്റ് ബ്ലോക്കിൽ ഇങ്ങനത്തെ ചെറിയ സിമ്പിൾ കാര്യമായിട്ട് കൂടി അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോണത് അതിന് വേണ്ടിയിട്ടാ. പിന്നെ കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോക്കിൽ ഉള്ളത് എന്ന് കുട്ടികൾ അറിയണം. അതിന് വേണ്ടിയിട്ട് ചില കുട്ടികൾ ആ മെറ്റീരിയൽ തുറക്കുക പോലും ഇല്ല. അങ്ങനത്തെ കുട്ടികളാണ്. അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് നല്ല നല്ല സ്കില്ലുള്ള കുട്ടികളായിരിക്കും. പക്ഷെ തിയറി എഴുതണമെങ്കിൽ നമ്മളിത് നന്നായിട്ട് വായിക്കുക തന്നെ വേണം. ഞാൻ ഈ പറയുന്ന ഈ പോയിന്റ്സുകളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നത്. അത് പ്രത്യേകിച്ചാണ്, അത് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. മനസ്സിലായില്ലേ? കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എന്താ പറയണേ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന ചില ക്വസ്റ്റ്യൻസുകളെ മാത്രം നിങ്ങൾക്ക് അത് മാത്രമാണ് ഇപ്പൊ ഈ പറയുന്നത് ആ ഫസ്റ്റ് ബ്ലോക്കിൽ. അല്ലാതെ ജസ്റ്റ് ഹിസ്റ്ററി, നമ്മളെ ഹിസ്റ്ററി ഒക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ മടിയുള്ള കുട്ടികളായിരിക്കും. അതുപോലെ ഇങ്ങനെ ടെക്സ്റ്റ് വായിച്ചു കൊണ്ടായിരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് തന്നെ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണേ. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇതിൽ 1-2 കുട്ടികളെ റിപ്ലൈ തരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇത് നമുക്ക് അറിയണതാന്നുള്ള ആ ഒരു മൈൻഡിൽ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ചിലരൊക്കെ ഞാൻ പേരെടുത്ത് വിളിച്ചിട്ട് പോലും ഒരു റിപ്ലൈയും ഇല്ല. അത് എന്താണ് ഭാഗ്യലക്ഷ്മി? ഹലോ, ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാലോ. ഏലിയ മനോജ് കമന്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ പറഞ്ഞോളുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ യൂസറും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? മൈക്രോസോഫ്റ്റ് ആദ്യം കണ്ടുപിടിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആദ്യം ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ്. അഭിഷ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആൻസർ ചെയ്താൽ അത് മനസ്സിലുണ്ടാവും. മനസ്സിലായില്ലേ? അശ്വിൻ, പറഞ്ഞോളാ, നിങ്ങൾക്ക് അറിയണല്ലേ മൈക്രോസോഫ്റ്റ് ആദ്യം ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വരട്ടെ, ഈ ബ്ലോക്ക് ഇപ്പൊ നമുക്ക് തീർക്കണം. ഫസ്റ്റ് ബ്ലോക്ക് ഇപ്പൊ തീരും. MS DOS. Yes, correct. MS DOS. DOS means Disk operating system. അതെ, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ? പിന്നെയാണ് എന്ത് കണ്ടുപിടിച്ചത്? ഡോസിന് ശേഷമാണ് ഇവർ എന്ത് ഡെവലപ്പ് ചെയ്തത്? പറഞ്ഞോളാ. ലിനക്സ് അല്ല. ലിനക്സ് ആണോ മൈക്രോസോഫ്റ്റിന്റെ? കേട്ടിരുന്ന നിങ്ങളെ ചെയ്യണം. ഡോസ് കഴിഞ്ഞാല് വിൻഡോസ് അല്ലേ? യെസ്, വിൻഡോസ് ആണ് അല്ലേ? വിൻഡോസ് ആണ് മൈക്രോസോഫ്റ്റിന്റെ, വിൻഡോസ് ആണ് കേട്ടോ. അപ്പൊ ഡോസും വിൻഡോസും. അപ്പൊ ഡോസ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെയാണ് വിൻഡോസ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈ ഡോസും വിൻഡോസും തമ്മിൽ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഡോസ് ഈസ് ദ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് തന്നെ ഉണ്ട്. അതിന്റെ ആ ഒരു ഒന്ന് കിട്ടിയാലും നമുക്ക് അതിൽ നിന്ന് തന്നെ അതിന്റെ ആൻസർ കിട്ടാൻ ശ്രമിക്കണം. ഡോസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ? അത് രണ്ടിന്റെ കമ്പാരിസൺസ് നിങ്ങളെ ബ്ലോക്ക് വേറെ ഏതോ ഒരു ബ്ലോക്കിൽ വരുന്നുണ്ട്. ഡോസും വിൻഡോസും തമ്മിലുള്ള വ്യത്യാസം അതിപ്പം തന്നെ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനേ ഉള്ളൂ. അതിനി അവിടെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഡോസും വിൻഡോസും. ഡോസ് ഈസ് എ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഡോസും വിൻഡോസും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ എന്താണ്? ഡോസ് തന്നെ പോരായിരുന്നോ? പിന്നെന്താ വിൻഡോസ്? എന്തായിരിക്കും വ്യത്യാസം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ? ഡോസ് പലരും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഡോസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? കമാൻഡ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? വൃന്ദ, ധാര ജോൺസ്, ക്ലിൻസ് ജോൺസ്, യെസ് മാം. പറഞ്ഞോളൂ. നിങ്ങൾക്ക് അറിയണത് പറയാം. ഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഓപ്പറേറ്റിംഗ് ഇതാണ്, സിംഗിൾ ടാസ്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ആ ഒരു ഡിഫറൻസ് അല്ലേ? ഫർഷിദ, ഫർഷിദ സി പറഞ്ഞോളൂ. അറിയില്ല. ബിൻസാൻ ബിനോയ്, മിസ് പേര് പറയുന്ന പോലെ തന്നെ ഡോസിലെ ഡിസ്ക് ഇൻസേർട്ട് ചെയ്യണമായിരുന്നു. നമ്മൾ ഓരോ സമയത്തും എപ്പോഴും നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യം വേണ്ട, അന്ന് തന്നെ ഡിസ്ക് ഇൻസേർട്ട് ചെയ്യണം. വിൻഡോസ് ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്ക് തന്നെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, നമുക്ക് ഡയറക്റ്റ് ബൂട്ട് ചെയ്യാം. പിന്നെ വിൻഡോസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് കുറച്ചുകൂടെ കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് യൂസറിന് സിസ്റ്റമായിട്ട് കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഡോസിനേക്കാളും. പിന്നെ അറിയത്തുള്ളൂ. കെവിൻ, ഡോസ് വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ലെസ് മെമ്മറി കൺസപ്ഷനേ വരുന്നുള്ളൂ. ഡോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ മെമ്മറി കൺസപ്ഷൻ വരുന്നുണ്ട്. പിന്നെ പവർ കൺസപ്ഷനും ഡോസിന് കുറവ് ആസ് കമ്പയർഡ് ടു വിൻഡോസ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? രണ്ട് തിങ്സ് നമുക്ക് പറയണം, CUI ആൻഡ് GUI അല്ലെ? ഈ രണ്ട് കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് അതിന്റെ കമ്പാരിസൺസ് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റും. എന്താണ് CUI, എന്താണ് GUI? ഇത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് CUI? കമാൻഡ് യൂസർ ഇന്റർഫേസ് അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഡോസും വിൻഡോസും രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആര് ഡെവലപ്പ് ചെയ്ത്? മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺസ് പറയാൻ പോവാണ്. അതിന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇന്റർഫേസ്, രണ്ട് ടൈപ്പ് ഇന്റർഫേസ് ഉണ്ട്, CUI ആൻഡ് GUI. കമാൻഡ് യൂസർ ഇന്റർഫേസും ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസും. മനസ്സിലായില്ലേ? ഈ CUI ആണ് ആര്? ഡോസ്. GUI ആണ് ആര്? വിൻഡോസ്. കമാൻഡ് യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കമാൻഡ് ഡ്രിവൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ? ഒരു ബിഗിനർക്ക് നമുക്ക് ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഒരു ബിഗിനർക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. ബിക്കോസ് എന്താണ് കമാൻഡ്സിലൂടെ മാത്രമേ നമുക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കമാൻഡ് അറിയുന്ന ഒരാളിന് മാത്രമേ നമുക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അതേസമയം വിൻഡോസ് ആണെങ്കിലോ, വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാളിന്, ഒരു ബിഗിനർക്ക് വന്നിട്ട് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഗ്രാഫിക്സ് പോയിട്ട് ഏതെങ്കിലും ഒരു ഐക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. എന്തോ ഒരു പ്രോസസ് അവിടെ നടക്കും ഷുവർ ആയിട്ടും അല്ലെ? അപ്പൊ എന്താണത്? അത് കുറച്ചുകൂടെ എന്താണ്? യൂസർ ഫ്രണ്ട്ലി ആണ്. നേരത്തെ ഒരാൾ പറഞ്ഞു ദിസ് ഈസ് യൂസർ ഫ്രണ്ട്ലി എന്നൊക്കെയുള്ള ഒരു പോയിന്റ് അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ കേസിൽ, മനസ്സിലായില്ലേ? അപ്പൊ അത് യൂസർ ഫ്രണ്ട്ലി ആണ്. കാരണം ഒരു ബിഗിനർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഏത്? GUI ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വിൻഡോസ്. അതേസമയം CUI-നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കമാൻഡ് അറിയുന്ന ഒരാളിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം DOS is CUI, Windows is GUI. CUI means
command user interface. GUI means graphical user interface. DOS is command driven operating system. It is only the keyboard driven operating. അതായത് നമുക്ക് കീബോർഡിൽ മാത്രമേ നമുക്ക് ഈ CUI-യിലേക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മറ്റേതെന്നാണെങ്കിൽ ബോത്ത് മൗസ് ആൻഡ് കീബോർഡ് ആർ യൂസ്ഡ് ടു ഓപ്പറേറ്റ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമുക്ക് വേറൊരു ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ബ്ലോക്കിൽ സെക്കൻഡ് ബ്ലോക്കിലാന്ന് തോന്നുന്നു പഠിക്കാനുണ്ട്, CUI-യും GUI-യും ഒക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പൊ വിൻഡോസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐക്കൺസും ഗ്രാഫിക്സും അവിടെ ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ ഓരോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്, CUI-യും GUI-യും. അപ്പൊ അത്രേ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നുള്ളൂ. പിന്നെ കറന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ആപ്ലിക്കേഷൻസ് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പല ഏരിയാസിലും എന്തുണ്ട്, കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അല്ലെ, ബാങ്കിങ്ങില്, പിന്നെ പല നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, പിന്നെ ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. അതല്ലാത്തതും നിങ്ങൾക്ക് അറിയണത് ഉണ്ടാകും. അതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ ആരും ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാന്ന് മാത്രം. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻസും നിങ്ങൾക്ക് അറിയണതാണ്. ഒരു ലിമിറ്റേഷൻ പറഞ്ഞേ, ബിൻസൺ ബിനോയ്, കമ്പ്യൂട്ടറിന്റെ ഒരു ലിമിറ്റേഷൻ. ഇത് നമ്മുടെ ഈ 4th ജനറേഷൻ ആണോ അതോ എന്താണ്? ജനറേഷൻ ബേസ്ഡ് ആയിട്ടാണോ അതോ? അല്ല, കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻസ്. നമ്മൾ ഇപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയില്ല കമ്പ്യൂട്ടറിന്റെ, അതേപോലെ ഒരു ലിമിറ്റേഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ചോദിക്കണില്ല, അതെല്ലാവർക്കും അറിയണതാ. ലിമിറ്റേഷൻസ് പറയും, ഒരു ഡ്രോബാക്ക് കമ്പ്യൂട്ടറിന്റെ. കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി ആണ്. കുറച്ചൊക്കെ കോസ്റ്റ്ലി അല്ലേ? കുറച്ചൊക്കെ കോസ്റ്റ്ലി ആണ്. പിന്നെ പവർ കൺസപ്ഷൻ, പിന്നെ അത് ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഉള്ള പറയും, വേറെ പറയും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ പറയാനുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളൊക്കെ പറയും, പറയില്ലേ? പറയും. പക്ഷെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അറിയണതായിരിക്കും. പക്ഷെ ലിമിറ്റേഷൻസ് ആണ് അതിങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഇന്റലിജൻസ് ഇല്ല. അതായത് നമ്മള് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ അത് നമ്മൾ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് അത് പ്രോസസ് ചെയ്യുന്നു, അത് ഔട്ട്പുട്ട് കിട്ടുന്നു. അതിന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കാര്യമായിട്ട് അതിന് വേണ്ടത് കേട്ടോ, നോ ഇന്റലിജൻസ്. പിന്നെ ഇമോഷൻലെസ് ആണ് അല്ലേ? ഇമോഷൻലെസ് ആണ്. തിങ്കിങ് കേപ്പബിലിറ്റി ഇല്ല. സെൽഫ് കെയർ ഇല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇപ്പൊ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത് മുഴുവനും. അതില് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ജനറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. 5 ജനറേഷൻ പഠിക്കുക. ആ 5 ജനറേഷനിലും വന്നിരിക്കുന്ന സർക്യൂട്ടറി എന്താണ്, അതായത് ടെക്നോളജീസും അതിന്റെ ആ ഡ്യൂറേഷനും പഠിച്ചു വെക്കുക. ഓരോ ജനറേഷനിലും ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതും മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അതില് ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആർക്കിടെക്ചർ ആണ്. കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വരച്ച് കമ്പണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറിനെ എങ്ങനെയൊക്കെയാ ക്ലാസിഫൈ ചെയ്തത്, ബേസ്ഡ് ഓൺ ദ സൈസും ബേസ്ഡ് ഓൺ ദ ടെക്നോളജിയും, അത് രണ്ടും മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത്രേ ആ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. 3 ബ്ലോക്ക് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ അല്ലേ? ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് കടന്നു പോവാം. ശ്രദ്ധിച്ചോളാം.
ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസ് അതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കമ്പോണൻസ് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയണ തന്നെയാണ്. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചത് എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ്. എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്? അത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് ചാപ്റ്ററിൽ കണ്ടത് കമ്പ്യൂട്ടർ ആസ് എ ഡാറ്റ പ്രോസസ്സർ. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫോർമേഷൻ, എന്താണ് നോളജ്. ഈ 3 ടേം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ, നോളജ് എന്നുള്ള ഒരു ടേമും കൂടെ ഉണ്ട്, പിന്നെ എന്താണ് പ്രോസസ്സിംഗ്. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഡാറ്റ, ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഇത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. അപ്പൊ ഡാറ്റ എന്താണെന്ന് അറിയണം. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നൊക്കെ. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയണ തന്നെയാണ്. എന്താണ് ഡാറ്റ? ബ്രിജിത്ത് ബാബു, എന്താണ് ഡാറ്റ? നിങ്ങളെ മൈൻഡിൽ എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡാറ്റ കമ്പ്യൂട്ടർ പിന്നെ ആസ് എ ഡാറ്റ പ്രോസസ്സർ എന്നുള്ള ഒരു ചെറിയൊരു ഭാഗം ഉണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡാറ്റ? എന്താണ് ഭാഗ്യലക്ഷ്മി? Data is anything which can have a physical existence. Anything which have A physical existence നമുക്ക് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതാണ് ഡാറ്റ. എന്തായാലും മനോജ്, ഡാറ്റ എന്ന് പറയുമ്പോ ഈ നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, അതേപോലെ എല്ലാം കൂടി ചേരുന്ന ഒരു സാധനത്തിനല്ലേ ഡാറ്റ എന്ന് പറയുന്നത്? സാധനത്തിന് ഡാറ്റ. ഡാറ്റ കൺസെപ്റ്റ് ഉണ്ട്, നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ട്. അത് എന്താണ് ഡാറ്റ എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ? പക്ഷെ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡെഫിനിഷൻ നമുക്ക് ഡാറ്റക്ക് കിട്ടണം അല്ലേ? എന്താ മുഹമ്മദ് വി? ഒരുപാട് പേര് ഇതിലുണ്ടല്ലോ, ഒരു 23 മെമ്പേഴ്സ് ഇതിലുണ്ട്. Collection of information. കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. അപ്പൊ എന്താ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ എന്താ ഫാക്ട്സ്, ഫിഗേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. നിങ്ങളെ മൈൻഡിൽ ഞാൻ പറഞ്ഞില്ല. മുഹമ്മദ് ഷാമിൽ ഒന്ന് പറഞ്ഞേ. മുഹമ്മദ് ഷാമിൽ. ഇത് പറഞ്ഞവരെന്നെ പറഞ്ഞാ പോരാ, എല്ലാരും വരട്ടെ നമ്മളെ ക്ലാസ്സിലേക്ക്. മുഹമ്മദ് ഷാമിൽ ഇല്ല. ഗായത്രി TK. ഇത് ഈ റിപ്ലൈ ചെയ്യുന്നവരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കൂട്ടോ, ആരൊക്കെയാണ് ഇപ്പൊ ഇതിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത്. മുഹമ്മദ് ഷാമിലില്ല. സ്വരാജ് എവിടെ ശ്രദ്ധിക്കാം. ഡാറ്റ എന്ന് പറഞ്ഞാല് ഇപ്പൊ 1-2 പേര് പറഞ്ഞു, എലിയ പറഞ്ഞു, ഭാഗ്യലക്ഷ്മി, ഇവരൊക്കെ പറഞ്ഞു, ആൻസർ ചെയ്തു. ഞാൻ ചോദിക്കാം, ഞാൻ 2 നമ്പർ പറയാണ്, അല്ലെങ്കിൽ ഒരു നമ്പർ 1-2 ഡാറ്റാസ് പറയാണ്. ഇപ്പൊ 18 എന്ന് പറഞ്ഞൊരു ഡാറ്റ പറഞ്ഞു, രാജു അനദർ ഡാറ്റ അല്ലേ? അപ്പം 18 എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം എന്ത് ടൈപ്പ് ഡാറ്റയാണ്? ഒരു ന്യൂമറിക്കൽ ഡാറ്റയാണ് 18 അല്ലേ? രാജു അല്ലേ? ഇസ് എ സ്ട്രിങ് ഓർ ക്യാരക്ടർ അല്ലേ?
ഇറ്റ് ഇസ് എ ക്യാരക്ടർ, ഒക്കെ ഡാറ്റയാണ്. നമ്മൾ നേരത്തെ ആരോ ഒരാൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താണ് ഇൻഫർമേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ടൈപ്പ് ഡാറ്റാസ് ഉണ്ട് എന്ന് ആരോ ഒരാൾ പറഞ്ഞു. ഒക്കെ കറക്റ്റ് ആണ്. ഞാനിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്. 18 ഒരു നമ്പർ ഞാൻ പറഞ്ഞു. അനദർ ഡാറ്റ ഇറ്റ്സ് രാജു. 18 is a numerical data. രാജു ഈസ് അനദർ ക്യാരക്ടർ ഡാറ്റ. ഓക്കെ, ഈ രണ്ട് ഡാറ്റ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു മീനിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടാവില്ല. 18 ഇറ്റ്സ് എ നമ്പർ, രാജു ഇറ്റ്സ് എ നെയിം, അത്രേ നിങ്ങൾക്ക് മനസ്സിലാവണുള്ളൂ. അതേസമയം ഈ രണ്ട് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. മനസ്സിലായില്ലേ? ഈ ഡാറ്റ അതേ രൂപത്തിൽ നിൽക്കുമ്പം അതിനൊരു മീനിങ് നമുക്ക് പറയാൻ പറ്റൂല. അത് എന്താണ് എന്താണ് അത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏത് ടൈപ്പ് ഡാറ്റ എന്നേ പറയാൻ പറ്റും, ഒരു മീനിങ് ഇല്ല. ഈ രണ്ട് ഡാറ്റ യൂസ് ചെയ്തിട്ട് 18 എന്നും രാജു എന്നും യൂസ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഒന്ന് പറഞ്ഞേ അജ്മല PC. ഈ രണ്ട് ഡാറ്റ ഉപയോഗിച്ചിട്ട് രാജു എന്നും 18 എന്നുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് യെസ്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള 18 വയസ്സാന്ന് പറയാം. പറയാം. ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞേ. രാജു ഈസ് an 18-year-old man. ഓൾഡ് ബോയ്. അങ്ങനെ പറയാം. ഓൾഡ് ബോയ്. ഇനി വേറെ മിഥുന KB. ആരാള്? എല്ലാരും ഒന്ന് റിപ്ലൈ ചെയ്യടോ. നിങ്ങൾക്ക് അറിയണത് പറയാ, കാരണം അത് നമുക്ക് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കണം ഓരോ ക്ലാസ്സും. നിപുന KB. ഇല്ല. ഇപ്പൊ രാജു ഈസ് 18 years old അല്ലേ? രാജു ഈസ് 18 years old. രാജുവിന് 18 വയസ്സായി എന്നാണ് നമ്മളിപ്പോ ഒരു അജ്മല PC ഒരു ഇൻഫർമേഷൻ പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടി. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റനെയും ഇൻഫർമേഷനെയും നമുക്ക് ഡിഫൈൻ ചെയ്തൂടെ? ഈ രണ്ട് സാധനം നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. രണ്ട് ഡാറ്റയും അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഒരു ഇൻഫർമേഷനും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എന്താണ് ഡാറ്റ എന്നും എന്താണ് ഇൻഫർമേഷൻ എന്നും നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. എന്താണ് അപ്പോൾ എന്താണ് ഡാറ്റ? വാട്ട് ഈസ് ഡാറ്റ? എന്താണ് അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞാൽ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഡാറ്റനെ? ചോദിച്ചതാ ഒരുപാട്. ഡാറ്റ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ്, ഫിഗേഴ്സ്, പിക്ചേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ക്യാരക്ടേഴ്സ് എന്തും ആവാന്ന് പറയാം. അതായത് ഇൻഫർമേഷൻ മേക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡാറ്റ എന്ന് പറയാ. മനസ്സിലായില്ലേ? അതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ രണ്ട്, അതായത് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. ഈ രണ്ട് കാര്യം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അല്ലെ നമുക്ക് തന്നെ അതിന് ആൻസർ ചെയ്യാൻ പറ്റും, അത് നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ? റോ മെറ്റീരിയൽസ് ടു മേക്ക് ആൻ ഇൻഫർമേഷൻ, അതാണ് ഡാറ്റ എന്ന് പറഞ്ഞാല്. മനസ്സിലായില്ലേ? അപ്പൊ ഇൻഫർമേഷൻ എന്താ? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റോ മെറ്റീരിയൽസിനെ പ്രോസസ് ചെയ്ത് കിട്ടുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് എന്ത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി വളരെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ഡാറ്റയും ഇൻഫർമേഷനും പ്രോസസ്സിങ്ങും. അപ്പൊ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടാവണം അത്. അങ്ങനെ ഒരു എന്താണ് ഡാറ്റ പ്രോസസ്സിങ് അല്ലെ? അത് ആ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല. ഡാറ്റനെയും ഇൻഫർമേഷനെയും പ്രോസസ്സിങ്ങിനെയും വരയ്ക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുക. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ഇതിലൊക്കെ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം ഫസ്റ്റ് സെമ്മിലെ ഫസ്റ്റ് പേപ്പറിൽ. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഇത് വീണ്ടും പിന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളിത് വായിക്കൂല, നിങ്ങൾ വായിക്കാൻ ശ്രമിക്കൂല. ഇതെന്താ അതൊക്കെ നമുക്ക് അറിയണമെന്നുള്ള ആ ഒരു മൈൻഡിൽ അവിടെ വെക്കും അല്ലെ? അപ്പൊ എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞു, എന്താണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു, എന്താണ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തന്നെ പറയാൻ പറ്റും വാട്ട് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ്, എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്. എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്? പറയാൻ പറ്റുമോ? എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്? ഡാറ്റ എന്താന്ന് പറഞ്ഞു, ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ്?
നമ്മൾ ഡാറ്റനെ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആക്കി മാറ്റുക. ഇൻഫർമേഷൻ ആക്കി മാറ്റി ഒന്ന് ഡിഫൈൻ ചെയ്തോളൂ. അത് നിങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ പിടിച്ച് പറയല്ലേ. ഒന്ന് നമ്മൾ ഡിഫൈൻ കൊടുക്കുന്ന റോ ചെയ്താണ് ഡാറ്റ പ്രോസസ്. മെറ്റീരിയൽസിനെ പ്രോസസ്സിലൂടെ അത് ഒരു റിസൾട്ട് ആ ഒരു പ്രതിഭാസത്തെയാണ് പറയുന്നത് പ്രോസസ്സിംഗ്. അതെ, അതൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞോളൂ. ശ്രമിച്ചു ഒറ്റ മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെയാണ് അതിന്റെ ആൻസർ ചെയ്യുക? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്ത് തുടങ്ങുക? മൈ നെയിം ഈസ് ഐശ്വര്യ. മൈ നെയിം അല്ലേ? അതേപോലെ വാട്ട് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ്? പ്രോസസ്സിംഗ് ഈസ് ചെറിയ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ അവൻ പറഞ്ഞല്ലോ, നമ്മൾ ക്ലാസ് ഇങ്ങനെ കേട്ടിരുന്നാ പോരാ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് നിങ്ങളെ മനസ്സിൽ അത് ഉണ്ടാവണം. എങ്കിലേ ആ ക്ലാസ്സിന് അതൊരു എഫക്റ്റീവ് ആവും. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ഇതിന്റെ ആവശ്യമില്ലല്ലോ. ബോയ്സ് ഒന്നും ഇല്ലേ ഇതില്? ഒരുപാട് പേര് ഇതിലുണ്ടല്ലോ. ആരും ഒരു 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 ആൻസർ ചെയ്യുന്നില്ല. ഒരാള് മാത്രം. ആരാണ്? ലൈവായി ലിയ മനോജ്. അവന് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, വേറെ ആരും ഇല്ലേ? ഹലോ, അപ്പൊ എന്താ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാല്? ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡാറ്റ ഇൻ ടു എ മീനിങ് ഫുൾ ഇൻഫർമേഷൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയാനുള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, വാട്ട് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ്? ഇത് കുറേ പ്രാവശ്യം ചോദിച്ചതാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ രണ്ട് ഫാക്ട് നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. ഒരു ന്യൂമറിക്കൽ ഡാറ്റയും ഒരു ക്യാരക്ടർ ഡാറ്റയും നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പൊ എന്താണ് ഡാറ്റ എന്നും കിട്ടും, എന്താണ് ഇൻഫർമേഷൻ എന്നും നിങ്ങൾക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൽ പറയാനുള്ളത് നമ്പർ സിസ്റ്റം ആണ്. നമ്പർ സിസ്റ്റം ഒരുപാട് നിങ്ങൾക്കൊക്കെ അറിയുന്ന നമ്പർ സിസ്റ്റം തന്നെയാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. നമ്മളെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു നമ്പർ സിസ്റ്റമേ ഉള്ളൂ. അത് ഏതാണ്? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റം 0 ഉം 1 ഉം ബൈനറി നമ്പർ. ബൈനറി നമ്പർ സിസ്റ്റം അല്ലെ? ഈ ബൈനറി നമ്പർ സിസ്റ്റം 0ഉം 1ഉം 2 ഡിജിറ്റ്സ് മാത്രം യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇതുപോലെ കുറെ നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അത് പേരെടുത്ത് പറയുന്ന കുറച്ച് നമ്പർ സിസ്റ്റം ഉണ്ട്. ആ നമ്പർ സിസ്റ്റവും പഠിക്കണം. അതിലേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള കുറച്ച് മെത്തഡ്സ് ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റം തന്നിട്ട് അതിനെ ബൈനറിയിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് പിന്നെ വേറെ ഏതെങ്കിലും നമ്പർ സിസ്റ്റത്തിലേക്കോ കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് പഠിച്ചിരിക്കാം. അപ്പം ഈ മാത്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പം നിർബന്ധമായിട്ടും നമ്മൾ ചെയ്താൽ അതിന് ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പാണ് അല്ലേ? മറ്റേതാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ കൺസെപ്റ്റാണ് എഴുതുക. അപ്പം മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാനും കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ മാത്സ്, അതായത് ഇങ്ങനത്തെ ഒരൊറ്റ സിംഗിൾ ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും അതിലെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോക്കരുത്. അത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അത് മാത്സ് ബേസ് ഉള്ളവരാവും എല്ലാവരും അല്ലെ? മാത്സ് ബേസ് ഉള്ളവരാണല്ലോ BCA ക്ക് വരും. അപ്പൊ എല്ലാവർക്കും അറിയണതാണ്. അപ്പൊ കുറെ നമ്പർ സിസ്റ്റം ഉണ്ട്. ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഏതാ? സാധാരണ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഏതാ? ഒന്ന് പറഞ്ഞ ആരെങ്കിലും. ഡെസിമൽ അല്ലേ?
ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ഈ ഓരോ നമ്പർ സിസ്റ്റത്തിനും ആ പേര് വരുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നറിയോ? അതിന്റെ ബേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ പേര് വരുന്നത്. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഡെക്ക 10, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്, 10 ആണ്. ബൈനറിയില് 2 ആണ് അല്ലെ. ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 8 ആണ്, ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ 16 ആണ്. വേറെ നമ്പർ സിസ്റ്റം ഉണ്ട് കേട്ടോ. അതെ, വേറെ നമ്പർ സിസ്റ്റം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ നമ്മുടെ പേരെടുത്ത് പറഞ്ഞ നമ്പർ സിസ്റ്റത്തിലേക്ക് മാത്രം കൺവേർട്ട് ചെയ്യാനൊന്നും ആവില്ല ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ബേസ് വാല്യൂ 7 തരും, അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. അതൊക്കെ എളുപ്പമാണ് അല്ലെ. ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റം കൺവേർട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് വേറെ ഏത് നമ്പർ സിസ്റ്റം ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റണം. മറ്റേത് പേരെടുത്ത് പറയുന്നത് കൊണ്ട് അത് മാത്രം നമ്മൾ പറയുന്നു എന്ന് മാത്രം, ബാക്കി ഏത് നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളെ കയ്യിലൊക്കെ ബുക്കും പെന്നൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടല്ലേ ഇരിക്കുക. അപ്പം പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സിന്റെ എണ്ണാണ് 0ഉം 1ഉം. അതുകൊണ്ടാണ് അതിന് ബൈനറി നമ്പർ സിസ്റ്റം, അതായത് 2 ഡിജിറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബൈനറി എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അവിടെ എത്ര ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്? 0 to 9 ഡിജിറ്റ്സ്, അതായത് 10 ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒക്ടലിലാണെങ്കിൽ 0 to 7 നമ്പേഴ്സ്, 0 to 7 ഡിജിറ്റ്സിനെ നമ്മൾ ആ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ അവിടെ 16 ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, 16 ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. 0 to 9ഉം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്, A to F അല്ലെ, ABCDEF, A to F ലെറ്റേഴ്സും. അങ്ങനെ 16 ഡിജിറ്റ്സ് ആണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് അതിൽ പഠിക്കാനുള്ളത് കൺവേർഷൻ ആണ്. ഓരോ നമ്പർ സിസ്റ്റം വേറെ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിക്കണം. അത് നോർമൽ നമ്പേഴ്സും പോയിന്റ് ഉള്ള നമ്പേഴ്സും ചോദിക്കാറുണ്ട്. വെക്കണം. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും കൺവേർഷൻ അറിയാത്തവരുണ്ടോ? കൺവേർഷൻ അറിയാത്തവര്? ഒരു ബൈനറി തന്നാല് അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാല് അത് ചെയ്യാൻ അറിയാത്തവരുണ്ടോ? എല്ലാവരുണ്ട്. ഏതെങ്കിലും ഒരു ബൈനറി നമ്പർ സിസ്റ്റം ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഒരു ബൈനറി നമ്പർ സിസ്റ്റം ഞാൻ പറയാം. അതിന്റെ മുന്നേ ഞാൻ ചോദിക്കാം, എന്താണ് ഒരു ബിറ്റ് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് എ ബിറ്റ്? എന്താണ് ബിറ്റ്? ബൈനറി സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ടേമാണ് ബിറ്റും ബൈറ്റും ഒക്കെ. എന്താണ് ബിറ്റ്? 0 and 1. 0 or either 0 or 1 is known as a bit. അല്ലെ, 0 and 1 അല്ല, either 0 or 1 is a bit. അല്ലെ, എന്താണ് ബൈറ്റ്? is called byte. 8 bits is called byte. അതാണ് ബിറ്റ് എന്ന് പറയുമ്പോൾ either 0 or 1 എന്ന് തന്നെ പറയുന്നത് കേട്ടോ. 0 and 1 എന്ന് പറഞ്ഞു പോകരുത്. either 0 or 1 is known as a bit. അല്ലെ, 8 ബിറ്റ്സിനെയാണ് ഒരു ബൈറ്റ് എന്ന് പറയുക. പിന്നെ അങ്ങോട്ട് കുറെ യൂണിറ്റ്സുകൾ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇപ്പൊ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി ഞാനൊരു ജസ്റ്റ് ഒരു നമ്പർ ഒരു ബൈനറി നമ്പർ പറയാണ്. അതിനൊന്ന് നിങ്ങൾ ഡെസിമലിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുക. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു 101 ഇറ്റ്സ് എ ബൈനറി നമ്പർ. 101 ഈസ് എ ബൈനറി നമ്പർ. നമ്മൾ എങ്ങനെയാ അതിനെ കൺവേർട്ട് ചെയ്യുക? 101 എന്നാണ് ബൈനറി നമ്പർ ആണ്. അതിന്റെ ബേസ് വാല്യൂ 2 ആണ് അല്ലെ, ബേസ് വാല്യൂ 2 ആണ്. ഈ ബേസ് വാല്യൂന്റെ പൊസിഷണൽ വെയിറ്റ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യലാണ് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചെയ്യുന്ന പ്രോസസ്.
അപ്പോൾ 101 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും ട്ടോ. അറിയാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു, ആരും കമന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാണ്, എന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരും, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. 101 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ പൊസിഷണൽ വെയിറ്റ്, ഒരു നമ്പറിന്റെ പൊസിഷണൽ വെയിറ്റ് കൊടുക്കുക നമ്പറിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ്. അപ്പൊ 101 റൈറ്റ് സൈഡിലെ 1ന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2⁻0 ആയിരിക്കും. ഈ 2 ഇടാൻ കാരണം 101 ഈസ് എ ബൈനറി നമ്പർ. അപ്പൊ അതിന്റെ ബേസ് വാല്യൂലാണ് നമ്മൾ അതിന്റെ പൊസിഷണൽ വെയിറ്റ് കൊടുക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള 1ന്റെ ബേസ് വാല്യൂ 20, പിന്നെ 0ന്റെ ബേസ് വാല്യൂ 2⁻1. ദെൻ ലെഫ്റ്റ് സൈഡിലുള്ള 1ന്റെ ബേസ് വാല്യൂ 2⁻2 ആയിരിക്കും. ഈ പൊസിഷണൽ വെയിറ്റുമായിട്ട് ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റ്സിനെയും മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്താലാണ് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ കിട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ 101 റൈറ്റ് സൈഡിലെ 1ന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻0 ആണെന്ന് ഞാൻ പറഞ്ഞു. 2⁻0 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. അതൊരു ബേസിക് മാത്തമാറ്റിക്സ് ആണ് അല്ലേ? ഏതെങ്കിലും ഒരു നമ്പറിന്റെ പിന്നെ പവർ 0 ആയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കുമെന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ 2⁻0 മീൻസ് 1 ആണ്. അപ്പൊ 1 × 1 ദാറ്റ് ഈസ് 1. ദെൻ നെക്സ്റ്റ് നമ്പർ 0 ആണ്. 0ന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻0 കഴിഞ്ഞാൽ അടുത്ത 2⁻1 ആയിരിക്കുമല്ലോ. 2⁻1 ഈ 2⁻1 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ് കിട്ടുക. അപ്പൊ അവിടെ 0. ദെൻ ലെഫ്റ്റ് സൈഡിലുള്ള 1ന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻2 ആണ്. 2⁻2 മീൻസ് 4 ആണ്. 4 × 1 ദാറ്റ് ഈസ് 4. അപ്പൊ 4 + 0 + 1 ദാറ്റ് ഈസ് 5. അപ്പൊ 101ന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 5 എന്നാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബൈനറി നമ്പർ തരാം, നിങ്ങളൊന്ന് അവിടെ ഇരുന്നിട്ട് ഒരൊറ്റ മിനിറ്റ് ഉണ്ടാവും ഒന്ന് കൺവേർട്ട് ചെയ്ത് അതൊന്ന് കമന്റ് ബോക്സിൽ ഇടാം. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. 1010 ഈ ബൈനറി നമ്പറിന്റെ ഡെസിമൽ വാല്യൂ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് അവിടെ ഇരുന്നിട്ട് ചെയ്തിട്ട് ഒന്നുകിൽ പറയുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ അതെന്തായാലും നമുക്ക് എക്സാമിൽ ചോദിക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കേ. 1010. പലരും ചെയ്തിട്ടുണ്ട് അറിയാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അപ്പൊ 1010 ആണ്. കുറെ ബൈനറിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ നിങ്ങൾക്ക് 15 വരെയൊക്കെ നിർബന്ധമായിട്ടും കാണാതെ അറിഞ്ഞിരിക്കണം എന്നാണ് അല്ലേ? കാണാതെ അറിയില്ലെങ്കിലും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ഈസിയാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ 1010 നിങ്ങൾ 10 എന്ന് പലരും കമന്റ് ചെയ്തു. കറക്റ്റ് ആണ്. ഒരു എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ അതൊന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു ഡെസിമൽ വാല്യൂ തന്നു കഴിഞ്ഞാലോ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? അതറിയാത്തവരുണ്ടോ? ഒരു പോയിന്റ് ഉള്ള ഒരു ബൈനറി വാല്യൂ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അല്ലേ? ഒരു ഇൻറ്റീജർ പാർട്ടും ഒരു ഡെസിമൽ പാർട്ടും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? അതറിയാത്തവരുണ്ടോ? ഫോർ എക്സാമ്പിൾ 101
0.01 ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ 101.01 ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ കൺവേർട്ട് ചെയ്യുക? അറിയാത്തവരുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തിട്ട് ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. .01 അറിയൂലേ? ഹലോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, അറിയോ? പോയിന്റ് ഉള്ള നമ്പർ തന്നാല് കൺവേർട്ട് ചെയ്യാൻ അറിയോ? അഭിഷ, .01 ഒന്ന് ചെയ്തിട്ടോളൂ. ആരെങ്കിലും അറിയുന്നവരൊക്കെ ഒന്ന് ചെയ്തേ. 101.01 പോയിന്റ് ഉള്ള നമ്പർ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ്, ഒരു ഇന്റീജർ പാർട്ട് മാത്രമൊന്നല്ല എക്സാമിന് ചോദിക്കുക. ഫർഷിദ, അശ്വിൻ, എലിയ, മനോജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 3 ആളും 3 ആൻസർ ആണ് തന്നത്. അല്ലെ, വേറെ ആർക്കും അറിയില്ലേ? ഇത് ചെയ്യാൻ അറിയില്ലേ? അറിയാത്ത പ്രശ്നമുണ്ടോ? അതില് എലിയ മനോജ് ചെയ്തതാണ് കറക്റ്റ് കേട്ടോ. 5.25 ആണ് കറക്റ്റ്. ഇങ്ങനെ അവർക്ക് 5.4ഉം 5.2 കിട്ടിയതെന്ന് അറിയില്ല. ഏത് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്തതെന്ന് അറിയില്ല. എങ്ങനെയാ ചെയ്യാത്? മനോജ് ചെയ്തത് കറക്റ്റ് ആണ്. 5.25 ആണ് ആൻസർ കിട്ടുക. നമുക്കറിയാം പൊസിഷണൽ വെയിറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. 101.01 എന്ന് പറഞ്ഞാൽ 101 എന്ന് പറഞ്ഞാല് ഇന്റീജർ പാർട്ടിന്റെ പൊസിഷണൽ വെയിറ്റ് ഇടാൻ നമുക്കൊക്കെ അറിയുന്നതാ. റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ പൊസിഷണൽ വെയിറ്റ് ഇട്ട് തുടങ്ങുക എന്ന് പറഞ്ഞു അല്ലെ. 2⁻0 ലെഫ്റ്റിലേക്ക് പോകും തോറും അതിന്റെ പവർ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പൊസിഷണൽ വെയിറ്റ് ആഡ് ചെയ്യുക. ഇനി ഒരു ഡെസിമൽ പാർട്ടാണെങ്കിലോ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് 101.01 അല്ലേ ഞാൻ ക്വസ്റ്റ്യൻ തന്നെ. പോയിന്റ് കഴിഞ്ഞാല് നമ്മള് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് പൊസിഷണൽ വെയിറ്റ് ഇട്ട് തുടങ്ങുക. മനസ്സിലായില്ലേ? അതും ഫസ്റ്റ് പൊസിഷണൽ വെയിറ്റ് 2⁻1 ആയിരിക്കും. അപ്പൊ 0ന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻1ഉം 1ന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻2ഉം ആയിരിക്കും. അതായത് പവർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതിന്റെ മീനിങ് അല്ല നിങ്ങൾ നോക്കണം. -1ഉം -2ഉം നോക്കുമ്പോൾ അതിൽ വലുത് -1 തന്നെയാണ്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ആ പൊസിഷനിൽ ആ നമ്പർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പക്ഷെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും പൊസിഷണൽ വെയിറ്റിൽ വരിക. അപ്പൊ 0ക്ക് 2⁻1ഉം 1ന് 2⁻2ഉം ആയിരിക്കും അതിന്റെ പൊസിഷണൽ വെയിറ്റ്. ഇനി ഇന്റീജർ പാർട്ടിന്റെ കേസ് ഞാൻ പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്. 101ന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 5 ആണ്. നമുക്ക് അറിയേണ്ടത് ഡെസിമൽ പാർട്ടിൻ്റെത് മാത്രമാണ് 0.01. 0.01ല് 0ന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻1 ആണ്. 2⁻1നെ 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടേം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 0 ടേം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ പവർ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അല്ലാത്തത് നോക്കിയാൽ മതി. 1 × 2⁻2 അല്ലെ, 1 × 2⁻2.
2⁻², ഒരു നെഗറ്റീവ് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും അറിയില്ല. മാത്സിൽ അങ്ങനെ ഒരു കാര്യമില്ല. നെഗറ്റീവ് പവർ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ നെഗറ്റീവ് പവർ ഉള്ള വാല്യൂവിനെ നമ്മൾ അതിനെ പോസിറ്റീവ് പവർ ആക്കി കൺവേർട്ട് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ 2⁻²നെ നമ്മൾ എങ്ങനെയാണ് അതിനെ പോസിറ്റീവ് പവർ ഉള്ള ഒരു നമ്പർ ആക്കി മാറ്റുക? അതിന്റെ എന്തിടണം? 1/2² എന്ന് എഴുതാം കേട്ടോ. 1/2². റെസിപ്രോക്കൽ 1/2². അപ്പൊ 1 × 1/2² എന്നാണ് നമ്മൾ അതിനെ ആ നമ്പറിനെ മാറ്റി എഴുതേണ്ടത്. അപ്പൊ 1/4 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുക. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 1/4 എന്ന് പറഞ്ഞാല് 0.25 ആണ്. അപ്പൊ ആൻസർ എന്താ വരിക? 5.25 എന്നാണ്. മനസ്സിലായില്ലേ? 5.25 എന്നാണ് അതിന്റെ ആൻസർ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ തരാം. അത് കറക്റ്റ് ചെയ്താൽ പിന്നെ അത് നമുക്ക് തറവായി മനസ്സിലാക്കാം. ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. 0.11 സോറി, ലെഫ്റ്റ് സൈഡ് 0 വേണ്ട. 1010.11 ഈ നമ്പറിനൊന്ന് കൺവേർട്ട് ചെയ്ത് 1010.11 1010.11 അതിനൊന്ന് കൺവേർട്ട് ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് ആ കൺവേർഷൻ അവിടെ നിർത്താം. അതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. പോയിന്റ് ഉള്ള വാല്യൂ നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, 10.75 ആൻസർ കറക്റ്റ് ആണ്. അപ്പം അത് ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വൺ ഇൻറ്റു, അതായത് ഡെസിമൽ വാല്യൂവിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. 1 × 2⁻⁻1 പ്ലസ് 1 × 2⁻². അല്ലേ? 1 × 2⁻1 മീൻസ് 1/2. 1/2 പ്ലസ് 1/4. 1/2 പ്ലസ് 1/4. 1/2 എന്ന് പറഞ്ഞാൽ 0.5 പ്ലസ് 1/4 മീൻസ് 0.25. രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ 0.75. ഇൻറ്റീജർ പാർട്ടിന്റെ കേസ് ആണെങ്കിൽ 1010ന്റെ ഡെസിമൽ വാല്യൂ 10 ആണ് നമുക്കറിയാം. അപ്പൊ 10.75 ഈസ് ദ ആൻസർ.
10.75 is the answer. Okay, മനസ്സിലായില്ലേ? അപ്പം ഇൻറ്റീജർ പാർട്ട് നമുക്ക് അറിയുന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് നിങ്ങൾ തറവാക്കി വെക്കണ്ട, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോളാം കേട്ടോ. അപ്പൊ ബൈനറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അത് ഇതെല്ലാവരും ചെയ്തിട്ടുണ്ട്, അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡയറക്റ്റ് നേരെ ഡെസിമലിനെ എങ്ങനെയാണ് ബൈനറി ആയിട്ട് കൺവേർട്ട്, 1-2 എക്സാമ്പിൾ നിങ്ങൾ ചെയ്താൽ മതി, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം അത് ക്ലിയർ ആവും. ഇനി ഡെസിമലിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് ഒരു ഡെസിമൽ വാല്യൂ പറയാണ് 10. ഒരു 10 എന്നുള്ള ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത് അല്ലേ? ബൈനറിനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നേരെ ഡെസിമലിനെ കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ, ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷന് പകരം നമ്മൾ ഡിവിഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞത്, ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഡെസിമൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ 10നെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എത്ര കൊണ്ട്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് അതിന്റെ എന്താണ്? റിമൈൻഡറിനെയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ കോഷ്യന്റിനെ അല്ല. മനസ്സിലായില്ലേ? റിമൈൻഡറിനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്, കോഷ്യന്റിനല്ല. അപ്പൊ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് ആയിട്ട് 5 കിട്ടും, റിമൈൻഡർ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5നെ കോഷ്യന്റ് 2 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കോഷ്യന്റ് 1 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. ഇവിടെ നമുക്ക് നിർത്താം അല്ലെ? കാരണം എന്താ? 1 ഇപ്പൊ കിട്ടിയ കോഷ്യന്റ് 1, ഈ 1 എന്നുള്ളത് നമ്മളെ ബൈനറി ബേസ് വാല്യൂ 2നെക്കാളും ലെസ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ആ ഓപ്പറേഷൻ നിർത്താൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ റിമൈൻഡറിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ബോട്ടം ടു ടോപ്പ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഫ്രം ബോട്ടം ടു ടോപ്പ്. ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇതിലും നമുക്ക് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറിനെ കൺവേർട്ട് ചെയ്യാൻ തരും. അവിടെ നമ്മൾ ഡെസിമൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന പാർട്ടിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഫ്രം ബോട്ടം ടു ടോപ്പ് എന്ന് അവിടെ സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം. അപ്പം ഫ്രം ബോട്ടം ടു ടോപ്പ് നമ്മൾ ആ നമ്പേഴ്സിന് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് കിട്ടി 1010. അപ്പൊ 10ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 1010. നമുക്ക് അറിയുന്നതാ, നേരത്തെ ബൈനറി നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്, 1010നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു നമ്പർ തരാണ്, ആ നമ്പർ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അത് ആ ഒരു പ്രോസസ്സ് നമുക്ക് അവിടെ നിർത്താൻ പറ്റും. ഒരു 25 എന്നുള്ള ഒരു ഡെസിമൽ നമ്പറിനെ എല്ലാവരും ഒന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തേ പെട്ടെന്ന്. 25 ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ?
ഓക്കെ, പലരും ചെയ്തിട്ടുണ്ട്. 25 എന്നുള്ള നമ്പറിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്തു 11001 എന്നുള്ള ആൻസർ ആണ് കിട്ടിയത്. കറക്റ്റ് ആണ്. 25ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 11001. ഓക്കെ, ഇനി നമുക്കിതുപോലെ തന്നെ പിന്നെ ഒരു പോയിന്റ് ഉള്ള, അതായത് ഡെസിമൽ വാല്യൂ പോയിന്റ് വരുന്ന ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഒരു 16.25 is converted into binary. 16.25നെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്താണ് ആൻസർ കിട്ടാന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളാം. 16 എന്നുള്ള നമ്പറിനെ, അതായത് ഇന്റീജർ പാർട്ട്, ഇവിടുത്തെ ഇന്റീജർ പാർട്ട് എന്ന് പറയുന്നത് 16 ആണ്. ഈ 16നെ കൺവേർട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എന്നിട്ട് റിമൈൻഡറിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തെടുക്കും അല്ലേ? ഇനി എങ്ങനെയാണ് അതിന്റെ പോയിന്റ് വരുന്ന വാല്യൂ, അതായത് ഡെസിമൽ പാർട്ടിനെ എങ്ങനെയാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാന്നാണ്. 0.25 അല്ലെ? 0.25 ആണ് അവിടുത്തെ ഡെസിമൽ വാല്യൂ. 0.25നെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. അവിടെ നമ്മൾ യൂസ് ചെയ്യുക ഡിവിഷൻ അല്ല, അവിടെ യൂസ് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ആണ്. ശ്രദ്ധിക്കുക, 0.25നെ 0.25 into 2, 0.25 into 2 ഈക്വൽസ് എത്ര വരിക? 0.25നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.50 എന്ന് വരും നമുക്ക് ആൻസർ. 0.50 ഇതെല്ലാം നമുക്ക് ആൻസർ ആയി എഴുതേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ? ഈ 0.50ന്റെ ഇന്റീജർ പാർട്ട് എന്താണ്? 0.50ന്റെ ഇന്റീജർ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ആ 0നെയാണ് നമ്മൾ അവിടെ എക്സ്ട്രാക്ട് ചെയ്ത് എഴുതി വെക്കേണ്ടത്. 0.50ന്റെ ഇന്റീജർ പാർട്ട് 0 എഴുതി. ഇനി വീണ്ടും 0.50നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.50നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1.00 അല്ലേ? 1.00 എന്നാണ് 0.50നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക. ഇവിടുത്തെ ഇന്റീജർ പാർട്ട് 1 ആണ്. ഡെസിമൽ പാർട്ട് എന്തായി കഴിഞ്ഞു? 0 ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഒരു ഫർദർ മൾട്ടിപ്ലിക്കേഷന്റെ ആവശ്യമില്ല. അപ്പൊ ഒരു പോയിന്റ് ഉള്ള വാല്യൂസിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാല് ആ ഡെസിമൽ പാർട്ടിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? മൾട്ടിപ്ലൈ ബൈ 2 ഏതുവരെ? അണ്ടിൽ ദ ഡെസിമൽ പാർട്ട് ബിക്കംസ് 0. ഡെസിമൽ പാർട്ട് 0 ആവണമെന്ന് വരെ നമ്മൾ എന്ത് ചെയ്യുക? ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഓരോ പ്രാവശ്യം കിട്ടുന്ന റിസൾട്ടിന്റെ ഇന്റീജർ പാർട്ടിനെയാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ ഫസ്റ്റിൽ നമുക്ക് കിട്ടിയ ഇന്റീജർ പാർട്ട് 0യും രണ്ടാമത് നമുക്ക് കിട്ടിയ ഇന്റീജർ പാർട്ട് 1 ആണ്. ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതണം. ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതുമ്പം നേരത്തെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തത് ഫ്രം ബോട്ടം ടു ടോപ്പ് ആയിരുന്നു. ഇവിടെ ഗ്രൂപ്പ് ചെയ്യുക ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്. മനസ്സിലായില്ലേ? ടോപ്പ് ടു ബോട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? 0-1 എന്നാണ് വരിക. 16ന്റെ ഡെസിമൽ വാല്യൂ അല്ല ബൈനറി വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അത് 0.01 എന്നായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ 16.25നെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 100.00.01 എന്നായിരിക്കും.
ഓക്കെ, ആൻസർ 10000.01. ഇതായിരിക്കും നമ്മളെ ആൻസർ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്താൽ നമുക്ക് ആ കൺവേർഷൻ അവിടെ നിർത്താം. ഒരു ക്വസ്റ്റ്യൻ 24.125 ചെയ്തു നോക്കുക. 24.125 പെട്ടെന്ന് ചെയ്തു നോക്കുക. എന്നാൽ കൺവേർഷൻ നമുക്ക് അവിടെ നിർത്താം. ബൈനറി ടു ഡെസിമലും ഡെസിമൽ ടു ബൈനറിയും നമുക്ക് അവിടെ നിർത്താം. 24.125. കറക്റ്റ് ആണ്, പലരും ചെയ്തിട്ടുണ്ട്. ആൻസർ 1100.0. Okay. പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്ത് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല.
അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. 64 എന്നുള്ള ഒരു നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് 64 to octal. Please try it. അപ്പോൾ നമുക്കറിയുന്നതാണ് ഒക്ടൽ ആയതുകൊണ്ട് ബേസ് വാല്യൂ 8 ആണ്. അപ്പൊ നേരത്തെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത പോലെ തന്നെ പിന്നെ എന്ത് ചെയ്യാം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, ഗ്രൂപ്പ് ചെയ്യുക ഫ്രം ബോട്ടം ടു ടോപ്പ്. വേറെ ഒന്നും ചെയ്യാനില്ല, വേഗം ചെയ്തിട്ട് ഒന്ന് ആൻസർ ചെയ്യുക. ഞാൻ കഴിയൂലേ? ഇതാള് ചെയ്തിട്ടുണ്ട്. 100 വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം തന്നത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 64നെ നമ്മൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇതിൽ ചെയ്തവര് പിന്നെ ഇതില് കുറച്ച് ആളുകളെ ഇപ്പൊ ഇതില് എന്ത് ചെയ്യുന്നുള്ളൂ, ആക്റ്റീവായിട്ടുള്ളൂ കേട്ടോ. ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ അറിയുന്നോണ്ടായിരിക്കില്ലേ ക്ലാസ്സിൽ അങ്ങനെ ഒരു ആൻസർ ചെയ്യാത്തത്. ഒക്കെ ചെയ്തോളാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത്ര ഒരു നെഗ്ലക്റ്റ് ആയിട്ട് ഇടരുത് ഇതൊന്നും. ഫസ്റ്റ് കറക്റ്റ് പിന്നെ ഇതിലൊക്കെ എന്താ പറയാ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണ് ഈ പേപ്പർ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഗ്രേഡ് കൂട്ടണമെങ്കിൽ നല്ല എളുപ്പമുള്ള സബ്ജക്റ്റുകളിൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മളൊരു പ്രാവശ്യം ചെയ്ത് നോക്കാതെ എക്സാം ഹാളിൽ പോയി ഇരുന്നാല് എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വരും. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന് ചെയ്യിപ്പിക്കുന്നത്. ഈ പോർഷനിൽ ഇപ്പൊ നമുക്ക് ഇരുന്ന് ചെയ്യാവുന്ന പാർട്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ചൊരു ബേസിക് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റും കൂടെ നമുക്ക് സെക്കൻഡ് ക്ലാസ് ഇവിടെ ഇപ്പൊ ഇതിലുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് തിയറി പാർട്ടാണ്. തിയറി പാർട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കാനുള്ളതാ. ഇതിലിപ്പോ ചെയ്തു നോക്കാനുള്ള കാര്യം ഈ നമ്പർ സിസ്റ്റം കൺവേർഷനും, പിന്നെ ഇതിൽ നിങ്ങൾക്ക് സെക്കൻഡ് ബ്ലോക്കിൽ കുറച്ചൊരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളിൽ അൽഗോരിതം ഫ്ലോ ചാർട്ടൊക്കെ ചെയ്യാനുണ്ട്. അത് മാത്രമേ നമുക്ക് ഒന്ന് ഇരുന്ന് അതായത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വായിച്ചു നോക്കി പഠിക്കാവുന്നതാ. അതായത് തിയറിയാണ്, ജസ്റ്റ് തിയറി, പക്കാ തിയറിയാ. അത് വായിക്കാം. അപ്പൊ ഇതൊക്കെ എന്തായാലും നമുക്ക് മാർക്ക് ഒരിക്കലും കളയാൻ പറ്റൂല ഈ ഭാഗത്തുനിന്നൊന്നും. ഇതിന് എന്തായാലും ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ചോദിക്കാറുണ്ട്. കൺവേർഷൻ എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കാത്ത ഒരാൾ എക്സാം ഹോളിൽ പോയി ഇരുന്നാൽ എത്ര സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്ക് ചാൻസ് ഉണ്ട് തെറ്റിപ്പോവാൻ. ഞാനിപ്പോ ഇവിടെ വരുന്ന നമ്പറൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ നമ്പേഴ്സാണ് തരുന്നത്. എന്ന് വിചാരിച്ച എക്സാമിന് വലിയ വലിയ നമ്പേഴ്സ് തരുന്നൊന്നല്ല. എന്നാലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ഓരോ എക്സാമ്പിൾ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. മനസ്സിലായില്ലേ?
അപ്പോൾ ഒക്ടലിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്തു. ഇതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പോയിന്റ് ഉള്ള വാല്യൂ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഡെസിമൽ പാർട്ടിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിന്റെ ഇന്റീജർ പാർട്ടിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എഴുതി വെക്കും ഫ്രം ടോപ്പ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഒക്ടൽ വാല്യൂ തരികയാണ്. അതിനെ ഒരു നിങ്ങൾ ഡെസിമലിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. ഒക്കെ ഓരോ എക്സാമ്പിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം തറവാകും. അപ്പൊ ഒരു ഒക്ടലായി ഞാൻ പറയാണ്, ഒക്ടൽ വാല്യൂ 120 ബേസ് വാല്യൂ 8 അല്ലെ, ബേസ് വാല്യൂ 8. പ്ലീസ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡെസിമൽ വാല്യൂ. to decimal value. ചെയ്ത് നോക്കുക. യെസ്, ചെയ്തിട്ടുണ്ട് എല്ലാവരും. 80 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ആൻസർ 80 ആണ് ആൻസർ അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം ആൻസർ കിട്ടി 80 ആണ്. അപ്പോൾ പിന്നെ ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലും ഒക്ടലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹെക്സാഡെസിമലും കൂടെ ഉണ്ട് നമ്പർ സിസ്റ്റത്തിൽ പറയാൻ. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ടു 56 256. ടു 56നെ ഹെക്സാഡെസിമലിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 256 convert 256 to hexadecimal. നമുക്ക് അറിയണാണ് 256നെ ഹെക്സാഡെസിമലിന്റെ ബേസ് വാല്യൂ 16 ആണ്. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡറിനെ എക്സ്ട്രാക്ട് ചെയ്യുക. Answer 100. Okay. ആണ് ആൻസർ. അപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഹെക്സാഡെസിമൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതും ഡെസിമൽ വാല്യൂ ഉള്ള നമ്പറും തരും. അപ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ചെയ്തോളാം. ഓട്ടെ, ഒരു നമ്പറും കൂടെ ഞാൻ തരാം. അതും കൂടെ നിങ്ങളൊന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക.
925 എന്നുള്ള ഒരു നമ്പറിന് 925 പ്ലീസ് കൺവേർട്ട് 925 ടു ഹെക്സാഡെസിമൽ. നയൻ ടു ഫൈവ് കൺവേർട്ട് ചെയ്തോളൂ. 925 നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. പ്ലീസ് കൺവേർട്ട് 925 ടു ഹെക്സാഡെസിമൽ. വേഗം ചെയ്തോളാം കേട്ടോ, കാരണം പിന്നെ നമുക്ക് ഇതവിടെ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം ഇവിടെ നിർത്തണം അതിന് വേണ്ടിയിട്ട്. 925 ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. വേഗം ചെയ്തോളാം. ചെയ്തില്ലേ? ആകെ രണ്ടാളെ ചെയ്തിട്ടുള്ളൂ. ഉണ്ടാക്കി അറിയൂ. 925 ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. വേറെ എല്ലാവരും പോയോ? നയൻ ടു ഫൈവിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 925 ഹെക്സാഡെസിമൽ 16 എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 92 5 അല്ലേ? അതായത് 925 57 കോഷ്യന്റ് ആയിട്ട് കിട്ടും. 13 നമുക്ക് എന്തായിട്ട് കിട്ടും? റിമൈൻഡർ ആയിട്ട് കിട്ടും അല്ലേ? 13 റിമൈൻഡർ ആയിട്ട് കിട്ടും. വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 കോഷ്യന്റ് ആയിട്ട് കിട്ടും, 9 റിമൈൻഡർ ആയിട്ട് കിട്ടും. അപ്പോൾ 3, 9, 13 എന്നാണ് നമുക്ക് റിമൈൻഡറിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്താൽ കിട്ടുക. 3, 9, 13 അല്ലേ? പക്ഷെ 13 എന്നുള്ള ഒരു ഡിജിറ്റ് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ ഇല്ല. അത് 1ഉം 3ഉം തന്നെയാണ് അവിടുത്തെ ഡിജിറ്റ് ആയിട്ട് വരുന്നത് അല്ലേ? അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരില്ല. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 to 9 കഴിഞ്ഞാൽ 10നെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ എ എന്ന ലെറ്ററും 11നെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ബി, 12 സി, 13 ഡി, 14 ഇ, 15 എഫ്. ഈ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് നമ്മൾ ഹെക്സാഡെസിമലിൽ യൂസ് ചെയ്യുന്ന
ഡിജിറ്റ്സ് 10ന് ശേഷം വരുന്നത്. അപ്പൊ ഇവിടെ 13 എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ എന്തായിരിക്കും? ഡി ആയിരിക്കും. അപ്പൊ നമ്മള് ആൻസർ എങ്ങനെ എഴുതണം? 39D. ആൻസർ ഈസ് 39D. 39D ആണ് ആൻസർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഏകദേശം നമുക്ക് 12 മണി ആവാനായിട്ടുണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. ഒരൊറ്റ ചെറിയൊരു കൺവേർഷൻ കൂടെ ഹെക്സാഡെസിമലിനെ നമുക്ക് എന്ത് ചെയ്യാം? ബൈനറിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ അറിയാം. എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? കാൽക്കുലേറ്റർ സാധാരണ നിങ്ങൾക്ക് യൂസ് ചെയ്യാറില്ല. അത്രയും വലിയ നമ്പേഴ്സും തരില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിലെ മാത്തമാറ്റിക്സ് ഉള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിന് യൂസ് ചെയ്യാന്നാണ് ഞാൻ കേട്ടത്. ഇതിന് അങ്ങനെ ആരും യൂസ് ചെയ്തിട്ടില്ല. സാറിനോട് ചോദിച്ച് കൺഫേം ചെയ്തില്ല. പക്ഷെ അത്രത്തോളം വലിയ ഒരു കാൽക്കുലേഷൻ ഒന്നും ഇതിന് ചോദിക്കാറില്ല. വലിയ കാൽക്കുലേഷൻ ഒന്നും ചോദിക്കില്ല. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. 2D5 ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അതിനെ ബൈനറി അത് ചെയ്യണ്ട. അത് ബൈനറി കൺവേർഷൻ ആണ്, അത് ചെയ്യണ്ട. വേറൊരു നമ്പർ തരാം ഞാൻ. നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. 2A1 മറ്റേത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കത്തെ നിങ്ങൾ ചെയ്യണമെന്നില്ല. 2A1 പ്ലീസ് കൺവേർട്ട് 2A1 ടു ഡെസിമൽ വാല്യൂ. കൂടെ ചെയ്താൽ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. 2A1 ഞാൻ ചെയ്തോളാം. 2A1 അതിന് ഡെസിമലിലേക്ക് കൺവേർട്ട് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ടു എ വൺ ആ ഞാൻ പറഞ്ഞു കേട്ടോ. ഹെലിയ ഏതാണ് ചെയ്തത്? 2A1. സിക്സ് 673 ആണ് ആൻസർ കേട്ടോ. 673. 2A1 നമ്മൾ കൺവേർട്ട് ചെയ്താൽ 673 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. നിങ്ങൾക്കറിയാം 1ന്റെ കേസ് പറയേണ്ട കാര്യമില്ല. എ എന്നുള്ള ലെറ്ററിനെ നമ്മൾ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യില്ല. അറിയാത്തവരാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അറിയുന്നവർക്ക് ഇത് പ്രശ്നമുള്ള കാര്യമില്ല. എന്ന് പറഞ്ഞാൽ 10 ആണ് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ. അപ്പൊ 10 കൊണ്ടാണ് നമ്മൾ 16 പവർ 1 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം അവിടെ ആൻസർ 168 ആണ് വരിക. 160 പ്ലസ് 16 റൈസ് ടു 2 256 ആണ്. 256 into 2 that is 512 അല്ലേ? അത് രണ്ടും ആഡ് ചെയ്യുക. ദെൻ 16 റൈസ് ടു 0 ഇറ്റ്സ് 1. അപ്പം 673 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുക.
അപ്പം നിങ്ങളെല്ലാ കൺവേർഷനും ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് പിന്നെ ഈസി കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പാർട്ടും കൂടെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം നമുക്ക് അവിടെ തീരും. പിന്നുള്ളത് ബാക്കി ഭാഗമാണ്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എല്ലാവരും പോയിട്ടൊന്ന് വായിച്ചു നോക്കുക. ദെൻ സെക്കൻഡ് ബ്ലോക്കിന്റെ ഏകദേശം ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ തിയറി ആണെന്ന് വിചാരിച്ച് നെഗ്ലക്ട് ചെയ്യരുത്. എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചോളാം. അപ്പോഴേ വായിക്കണം. എക്സാമിനോട് അടുപ്പിച്ച് തലേ ദിവസം ഇരുന്ന് വായിക്കാൻ നിൽക്കരുത്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ പേപ്പറിലൊക്കെ. നിങ്ങളെ ഗ്രേഡ് നല്ലോണം കൂട്ടാനുള്ള ഒരു മാർഗമാണത്. നല്ല മാർക്ക് ഇതിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റഫ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ശരി. എന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാലോ. അതെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലോസ് ചെയ്യട്ടെ. ശരി ശരി ശരി.